നമസ്കാരം, എല്ലാവർക്കും സിമിസ് ജ്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു സ്മൂത്തിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ് വിറ്റാമിൻ ഡിയുടെ കുറവ്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു അടിപൊളി സ്മൂത്തിയാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്. അതായത് ഒരല്പം പൊട്ടുകടല എടുത്ത് വെച്ചിട്ട് ഒരു അരക്കപ്പ് പൊട്ടുകടല നമുക്ക് പൊടിച്ചു വെക്കാം. നമുക്ക് ഇത്ര ആവശ്യമില്ല. ഒരു ടിന്നിൽ അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കുട്ടികൾക്ക് ഒക്കെ പാലിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. വളരെ നല്ലതാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ബ്ലെൻഡർ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ ഞാനിപ്പോൾ 1.5 കപ്പ് പാലൊഴിക്കുകയാണ്. തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാല് വേണമെന്നില്ല. ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തില്ലേ പൊട്ടുകടല പൊടി, അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇടുകയാണ്. ഡേറ്റ്സ് ഒരു 4 എണ്ണം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്താണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടണം. ഡേറ്റ്സ് 4 എണ്ണം ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുത്താണ് കേട്ടോ. കുരു മാറ്റണേ. ഇപ്പം ഞാൻ ഈ യെല്ലോ റോബസ്റ്റയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു പഴം ഇതിലേക്ക് ചേർക്കാണ്. ഞാനിപ്പോൾ പകുതി പഴമാണ് ഇട്ടത്. നമുക്കൊന്ന് അടിച്ചിട്ട് പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാം. പക്ഷേ ഞാനിതിൽ ഒരു അര ടേബിൾ സ്പൂൺ തേൻ ഒഴിക്കുകയാണ്. ഓൾറെഡി പഴത്തിൻ്റെ മധുരം കാണും. അപ്പോൾ ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ബാക്കി പഴം കൂടെ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പഴം ഫുള്ള് ചേർത്തു കേട്ടോ. ഞാൻ അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്മൂത്തിയാണ്. ഗ്ലാസ്സിലേക്ക് പകരാണ്. ഞാൻ 2-3 ബദാം ഇട്ട് ഗാർണിഷ് ഒന്ന് ചെയ്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.